ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുലാസയുടെ 143-ാമത്തെ ക്ലാസ്. കിതാബിൻ്റെ പേജ് 131. ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന മഅ്മൂമ് ദീർഘമായ 3 ഫർള് കൊണ്ട് പിന്തൽ അനുവദിക്കപ്പെടുന്ന ഘട്ടങ്ങളുണ്ട് മഅ്മൂമിന്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അനുവദിക്കപ്പെട്ട മഅ്മൂമ് ഫാത്തിഹ മുഴുവൻ ഓതി തീർക്കേണ്ടതാണ്. അത് അയാൾക്ക് നിർബന്ധമാണ്. ഫൈൻ അത്തമ്മഹ, അങ്ങനെ ഫാത്തിഹയെ അയാൾ പൂർത്തീകരിച്ചു. ഖബല ശുറൂഇൽ ഇമാമി ഫിർ റുക്നി റാബിഇ, 4ാമത്തെ ഫർളിൽ ഇമാമ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ്. മഅ്മൂമ് എവിടെയുള്ളത്? ഫാത്തിഹ ഓതാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 3 വലിയ ഫർള് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് 4ാം ഫർള് ഇമാമ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ഇവൻ്റെ ഫാത്തിഹ തീർന്നു. വഹുവ, ആ 4ാം ഫർള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖിയാമു, അടുത്ത റക്അത്തിലേക്കുള്ള എണീക്കലാണ്, നൃത്തം. ഔ ജുലൂസു തശഹുദി, അല്ലെങ്കിൽ ഇരുത്തത്തിൻ്റെ സ്ഥലമായിരിക്കാം. ചിലപ്പോൾ 2ാം സുജൂദിൻ്റെ ശേഷം ചിലപ്പോൾ അത്തഹിയാത്ത് ഓതേണ്ട രംഗമായിരിക്കാം. ഉദാഹരണം 2ാം റക്അത്ത് അല്ലെങ്കിൽ 4ാം റക്അത്ത്, അവിടെയൊക്കെ ആണെങ്കിൽ അത്തഹിയാത്താണല്ലോ ഓതുക. അപ്പോൾ 2ാം സുജൂദ് കഴിഞ്ഞ് അതിന് ശേഷമുള്ള പ്രവൃത്തി, അതിൽ ഇമാമ് ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ഇവൻ ഫാത്തിഹ ഓതി തീർത്തു. അപ്പോൾ ഇവനുള്ളത് എവിടെയാണ്? നൃത്തത്തിലാണ്, ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട്. ഇമാമ് 2ാം സുജൂദിൽ കിടക്കുകയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം. 3 ഫർള് കൊണ്ട് പിന്തൽ അവിടെ വരുന്നുണ്ട്. ഒന്ന് റുക്കുഅ്, ഇമാമ് മുന്നിലേക്ക് കയറിപ്പോയ കാര്യങ്ങൾ. റുക്കുഅ്, 1ാമത്തെ സുജൂദ്, 2ാമത്തെ സുജൂദ്. വേറെയുമുണ്ട് അവിടെ 2 കാര്യങ്ങൾ. ഇഅ്തിദാല്, ഇടയിലെ ഇരുത്തം, അതിവിടെ പരിഗണിക്കപ്പെടുകയില്ല. കാരണം അത് ചെറിയ ഫർളാണ്. നമ്മൾ നീണ്ട ഫർളിനെയാണ് പരിഗണിക്കുക. അങ്ങനെ നീണ്ട 3 ഫർള് കൊണ്ട് പിന്തണതിന് വിരോധമില്ല. അപ്പം 4ാം ഫർളാണ് 2ാം സുജൂദിൻ്റെ ശേഷമുള്ള കാര്യം. അത് ഒന്നുകിൽ നൃത്തമാണ് അല്ലെങ്കിൽ അത്തഹിയാത്തിനുള്ള ഇരുത്തമാണ്. അത് ഇമാമ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ഇവൻ്റെ ഫാത്തിഹ ഇവൻ തീർത്താൽ മള, അവന് പോകാവുന്നതാണ്. അലാ നദ്മി സ്വലാത്തിഹി, അവൻ്റെ നിസ്കാരത്തിൻ്റെ കോർവയിൽ തന്നെ പോകാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തീർത്തു, അടുത്തതായിട്ട് റുക്കൂയിലേക്ക് പോയി, ഇഅ്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം, സുജൂദ്, ഇങ്ങനെ അങ്ങോട്ട് പോകാം. അവൻ്റെ നിസ്കാരത്തിൻ്റെ ഓർഡർ പ്രകാരം പോവാം. ഇനി ഇനിന്തഹൽ ഇമാമു ഇല റാബിഇ, ഇമാമ് 4ാം പ്രവൃത്തിയിലേക്ക് എത്തി. 4ാം പ്രവൃത്തി പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ഇരുത്തം, അതല്ലെങ്കിൽ നൃത്തം. ഇരുത്തം എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിൻ്റെ ഇരുത്തം അല്ലെങ്കിൽ നൃത്തം. അതിലേക്ക് ഇമാമ് എത്തി. അപ്പോഴും ഇവൻ എവിടെയാ? ഇവൻ ഫാത്തിഹ തീർത്തിട്ടില്ല. ഇവൻ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാതെ നിൽക്കുകയാണ്. ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമുള്ള കക്ഷിയാണ്. കാരണം ആൾ മുവാഫിക്കാണ്. ഈ ഘട്ടത്തിലും ഫാത്തിഹ തീർന്നിട്ടില്ലെങ്കിൽ ഫാറക്കഹു, ചെയ്യേണ്ട കാര്യം ഇവൻ ഇമാമിനെ പിരിയണം. എന്നിട്ട് വമള, അവൻ്റെ നിസ്കാരം ഒറ്റക്ക് പോകണം. അലാ തർത്തീബി നഫ്സിഹി, അവൻ്റെ സ്വന്തം നിസ്കാരത്തിൻ്റെ, ഒറ്റക്കുള്ള നിസ്കാരത്തിൻ്റെ ക്രമമനുസരിച്ച് അവൻ പോകേണ്ടതാണ്. കാരണം ജമാഅത്തിൽ നിന്ന് കണക്ഷൻ അവൻ ഒഴിവാക്കി, ഇമാമിനെ പിരിഞ്ഞു. അപ്പോൾ അവൻ ആ ഫാത്തിഹ കറക്റ്റ് തീർക്കുക, എന്നിട്ട് റുക്കൂയിൽ പോവുക, അങ്ങനെ അങ്ങോട്ട് പോവുക. അപ്പോൾ ജമാഅത്തിൽ നിന്ന് ഒഴിഞ്ഞു അവൻ. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഔ താബഅഹു, അല്ലെങ്കിൽ ഇമാമിനെ ഇവൻ അനുഗമിക്കണം. അപ്പോൾ ഇമാമ അത്തഹിയാത്തിൽ ഇരുന്നു, അതല്ലെങ്കിൽ ഇമാമ അടുത്ത റക്അത്തിലേക്ക് പൊങ്ങി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുക? ഈ ജമാഅത്തിൽ തന്നെ കൂടുന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യേണ്ട കാര്യം, ഇപ്പം ഇമാമ എവിടെയുള്ളത് അവിടേക്ക് ഇമാമിൻ്റെ ഒപ്പം കൂടുക. എന്നിട്ട് ഒസ്തദറക്ക റക്അത്തൻ ബഅദ സലാമിഹി, ഇമാമ സലാം വീട്ടിയതിൻ്റെ ശേഷം ഒരു റക്അത്ത് ഇവൻ പരിഹരിക്കേണ്ടതാണ്. ഒരു റക്അത്ത് അവൻ നിസ്കരിക്കണം. ഇമാമ സലാം വീട്ടിക്കഴിഞ്ഞ് ഇപ്പം ഈ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി, അതവൻ വീണ്ടെടുത്ത് നിസ്കരിക്കണം. അവിടെ
അടിക്കുറിപ്പ് കാണാം, ഉജൂബൻ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം. ഫൈലം യഫൽ ദാക്ക വലാഹാദ, ഒന്നുകിൽ പിരിയുക ഇമാമിനോട്, അല്ലെങ്കിൽ ഇമാം ഇപ്പം ഉള്ളിടത്തേക്ക് കൂടുക, എന്നിട്ട് പിന്നീട് ഒരു റക്അത്ത് നിസ്കരിക്കുക. ഇത് രണ്ടും അവൻ ചെയ്തില്ല. ബൽ മദാല തർത്തീബി നഫ്സിഹി ബിലാ മുഫാറക്കത്തിൻ, ഇമാമിനോട് പിരിയൽ നിയ്യത്ത് വെക്കാതെ, ഇമാമിനെ പിരിയാതെ അവൻ അവൻ്റെ സ്വന്തം തർത്തീബനുസരിച്ച് സ്വന്തം ക്രമീകരണത്തിൽ അവനെ അങ്ങോട്ട് പോയാൽ ബത്വലത്ത് നിസ്കാരം ബാത്തിലാവും. അതായത് ഇമാമിനോട് പിരിയൽ നിയ്യത്ത് വെക്കാതെ ഇവൻ അവിടെ നിന്ന് ഫാത്തിഹ പൂർത്തിയാക്കി റുക്കൂ ചെയ്ത് എത്തിദാലൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, നിസ്കാരം ബാത്തിലായി പോവും അപ്പം തന്നെ. അപ്പോൾ ഇമാമിനെ പിരിഞ്ഞിട്ട് ഒറ്റക്ക് പോകാം, അതല്ലെങ്കിൽ പിരിയുന്നില്ലെങ്കിൽ ഇമാം ഉള്ളിടത്തേക്ക് കൂടണം, അതാ വേണ്ടത്. റക്അത്ത് നഷ്ടപ്പെടുകയും ചെയ്തു. ഫൈൻ താബ, അങ്ങനെ ഇമാമിനെ ഇവൻ അനുഗമിച്ചു. അപ്പോൾ ഇവൻ തീരുമാനിച്ചത് ഇമാമിൻ്റെ കൂടെ കൂടുക, റക്അത്ത് പിന്നെ നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചത്. എന്നിട്ടോ വലം യുത്തിമ്മ ഫാത്തിഹത്തഹു, അവൻ്റെ ഫാത്തിഹയെ. അപ്പോൾ അടുത്ത റക്അത്തിലേക്ക് എത്തിയിട്ടോ. ഇപ്പം നിലവിലുള്ള റക്അത്ത് പോയി, അതിൽ നിന്ന് അവൻ വിരമിച്ചു. അവൻ അടുത്ത റക്അത്തിൽ ഇമാമ് നൃത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇമാമിൻ്റെ കൂടെ അങ്ങോട്ട് കൂടി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യണം? അടുത്ത റക്അത്തിൻ്റെ ഫാത്തിഹ ഓതാൻ ആരംഭിച്ചു. പക്ഷേ അവൻ ഫാത്തിഹ പൂർത്തിയാക്കാൻ അവന് പറ്റിയില്ല. ഹത്താ റക്കഅൽ ഇമാമ് റുക്കൂ ചെയ്യുന്നത് വരെ അവന് ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ഇവൻ പൂർത്തിയാക്കണതിൻ്റെ മുമ്പ് ഇമാം റുക്കൂയിലേക്ക് പോയി. അപ്പോൾ അടുത്ത റക്അത്തിലും ഈ പ്രശ്നം സംഭവിക്കുക എന്നാണ് പറയണേ. തഖല്ലഫലി ഇത്മാമിഹ ഇവൻ, അവിടെയും അവനോട് പറയാനുള്ളത് ഫാത്തിഹ പൂർത്തീകരിക്കാൻ വേണ്ടി ആ റക്അത്തിലും ഇതുപോലെ പിന്തി നിൽക്കണം. കാരണം ആ റക്അത്തിൽ മുവാഫിക്ക് തന്നെയാണ്, മസ്ബൂക്കല്ല. കാരണം ആ റക്അത്തിലേക്ക് ഇമാമ് വന്ന ഉടനെ തന്നെ ഇവൻ ഇമാമിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ആ റക്അത്തിൽ പക്ഷേ ഇവൻ്റെ സ്പീഡ് കുറവ് കൊണ്ടോ മറ്റോ ഇവന് ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റണില്ല. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടാണല്ലോ ഇമാമ് റുക്കൂയിൽ പോണത്. അപ്പോൾ ആ ഇമാമ് റുക്കൂയിലേക്ക് എത്തുമ്പോഴും ആ റുക്കൂ ചെയ്യണത് വരെ ഇവൻ്റെ ഫാത്തിഹ എന്ത് ചെയ്തിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അങ്ങനെ വന്നാൽ ഈ റക്അത്തിലും ഇവൻ ആരായി മാറി? ഇവന് ഫാത്തിഹയ്ക്ക് വേണ്ടി പിന്തി നിൽക്കാവുന്നതാണ്. അടുത്തത് അഹ്കാമുൽ മസ്ബൂക്ക്, മസ്ബൂക്കിൻ്റെ വിധികൾ. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പഠിക്കണം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മുവാഫിക്ക്, ആ മുവാഫിക്ക് അല്ലാത്തയാളെ മസ്ബൂക്ക് എന്ന് വിളിക്കേണ്ടത്. മല്ലം യുദിരിക്ക് മിൻ ഖിയാമിൽ ഇമാമി, ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് എത്തിക്കാത്ത കക്ഷി. എന്ത്? സമനൻ യസഉൽ ഫാത്തിഹത്ത, ഫാത്തിഹക്ക് വിശാലമാകുന്ന സമയം, ഒരു മിതമായ നിലക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം. ഒരാൾ നിസ്കാരം ആരംഭിച്ച് ഇമാം റുക്കൂയിൽ പോകുന്നതിൻ്റെ മുമ്പായിട്ടുള്ള സമയത്തിൽ ഒരു മിതമായ ഫാത്തിഹ ഓതാനുള്ള സമയം അവന് കിട്ടിയില്ല എങ്കിൽ വഹുവൽ മസ്ബൂക്ക്, ഈ ആളുടെ പേരാണ് മസ്ബൂക്ക് എന്ന്. നിസ്കാരം ഇമാമ് ജമാഅത്ത് ആരംഭിച്ച് കുറച്ച് നേരം കഴിഞ്ഞാണ് ഒരാൾ വന്ന് തുടർന്നത് എന്നതുകൊണ്ട് ആ ആളൊക്കെ മസ്ബൂക്കായി പോയി എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ച ആൾക്കാരുണ്ട്. കുറച്ച് വൈകി വന്നാൽ പിന്നെ ആൾ മസ്ബൂക്കാണ്. അങ്ങനെയൊന്നും മസ്ബൂക്കാവില്ല. മസ്ബൂക്കാവണമെങ്കിൽ അവൻ നിസ്കാരം ആരംഭിച്ച അവിടം മുതൽ ഇമാമിൻ്റെ റുക്കൂ വരെയുള്ള സമയം നമ്മളൊന്ന് നോക്കുക. ഒരു മിതമായ നിലക്കുള്ള ഫാത്തിഹ ഓതാൻ, ബിസ്മി മുതൽ വലല്ലാലീൻ, അതാണല്ലോ ഫാത്തിഹ എന്ന് പറയുന്നത്. അത് ഓതാനുള്ള സമയം ഈ പറഞ്ഞ സമയത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ആ കക്ഷിയെ മസ്ബൂക്ക്, കിട്ടാത്ത കക്ഷി അയാളെ മസ്ബൂക്ക്. നിസ്കാരം ആരംഭിച്ചിട്ട് ജമാഅത്ത് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, പക്ഷേ ഇവൻ വന്നിട്ട് നിസ്കാരം ആരംഭിച്ചു. ഇവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഇമാമിൻ്റെ റുക്കൂ വരെയുള്ള സമയം നോക്കിയാൽ ഒരു മിതമായ ഫാത്തിഹക്കുള്ള സമയമുണ്ട്. എന്നാൽ അയാളെ മസ്ബൂക്ക് എന്ന് വിളിക്കണ്ട, അയാൾ മുവാഫിക്കാണ്. മുവാഫിക്ക് ഫാത്തിഹ പൂർത്തീകരിക്കൽ നിർബന്ധവുമാണ്. വദാലിക്ക, ഈ മസ്ബൂക്ക വലെന്ന സംഗതി യതഹഖഖു, അതുണ്ടായിത്തീരുന്നതാണ്. ബി ഉമൂരിൻ, പല കാര്യങ്ങൾ കൊണ്ടുണ്ടായിത്തീരും. എങ്ങനെയാണ് അങ്ങനെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാതെ വരല്?
ഒന്ന് സബുക്കുൽ ഇമാമി, ഇമാമ് മുൻകടക്കലാണ്. തഹറുമഹു, ഇവൻ്റെ ഈ മഅ്മൂമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ ഇമാമ് മുൻകടന്നു. ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹ കൊണ്ട് മുൻകടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിൻ്റെ മുമ്പ് തന്നെ അയാളുടെ ഫാത്തിഹ തീർന്നു പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ചൊല്ലുന്നത്. ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റക്അത്ത്, എൻ്റെ നിസ്കാരത്തിൻ്റെ തുടക്ക റക്അത്ത്, ആ റക്അത്തിൽ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിൻ്റെ മുമ്പ് തന്നെ ഇമാമിൻ്റെ ഫാത്തിഹ തീർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇമാമിന് അവിടെ നിർബന്ധമൊന്നുമില്ല, സൂറത്തോതുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ വളരെ ലളിതമായിട്ടൊക്കെ ചിലപ്പോൾ ഓതാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയാൾ റുക്കൂയിൽ പോയി. അപ്പോൾ ഇവന് ഒരു മിതമായ നിലക്കുള്ള ഫാത്തിഹക്കുള്ള ടൈം അവിടെ ഇല്ല. അയാൾ മസ്ബൂക്കാവും, ഈ പറഞ്ഞ കക്ഷി മസ്ബൂക്കാവും. തഅദ്ദുറു ഖിയാമിഹി മിന സുജൂദി, ഇനി ഒരു റക്അത്തിൻ്റെ രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്നു വരൽ എന്നുള്ളത് മഅ്മൂമിന് പ്രയാസമായി മാറി. ഇല്ലാ വൽ ഇമാമു റാക്കിഉൻ ഔ ഖരീബുൻ മിന റുകൂഇ, ഇമാമ അടുത്ത റക്അത്തിൻ്റെ റുകൂഇൽ എത്തി, അല്ലെങ്കിൽ റുകൂഇനോട് ഇമാമ അടുത്തു. ഈ മഅ്മൂമ, ഉദാഹരണമായിട്ട് പറയണം, മഅ്മൂമ ഒന്നാം റക്അത്തിൻ്റെ രണ്ടാമത്തെ സുജൂദിൽ കിടക്കുകയാണ്. ഇമാമോ അടുത്ത റക്അത്തിൻ്റെ രണ്ടാം റക്അത്തിൻ്റെ റുക്കൂയിൽ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ റുക്കൂയിൻ്റെ അടുത്തെത്തി, ഇപ്പോൾ റുക്കൂയിലേക്ക് പോകും. അപ്പോഴും ഇവൻ ഇവിടെ നിന്ന് ഈ സുജൂദിൽ നിന്ന് പൊങ്ങൽ ഇവന് ബുദ്ധിമുട്ടായി മാറി. ആ ഇമാമ അടുത്ത റക്അത്തിലെ റുക്കൂയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്താണ്, ആ നിലയിലല്ലാതെ എണീക്കൽ സാധ്യമല്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ഇവൻ എണീറ്റപ്പോൾ ആ ഒരവസ്ഥയാണുള്ളത്. ഇവൻ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയാണുള്ളത്. അപ്പം ചോദ്യമായ എന്താ അങ്ങനെ സംഭവിക്കണമെന്ന്. ലി കൗനിഹി, ഇവനായ കാരണം ബത്തിയൽ ഹറക്കത്തി, ചലനം വളരെ പിന്തിയ ആളാണ് ഇവൻ, വളരെ സ്ലോ ആണ് കാര്യങ്ങൾ, വളരെ പതുക്കെ ഇവനിങ്ങനെ പോരാൻ കഴിയുള്ളൂ. അതിനിപ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞാൽ വളരെ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാർ പോകുമ്പോൾ ഒന്നും മൂപ്പർക്ക് പോകാൻ പറ്റില്ല. ഔലി സഹ്മത്തിഹി അനി സുജൂദി, അല്ലെങ്കിൽ ഈ സുജൂദിൻ്റെ അവിടെ തിരക്ക് കാരണമായിട്ട് ഇവന് സുജൂദ് സാധാരണഗതിയിൽ പെട്ടെന്ന് സാധ്യമായില്ല. അപ്പം ഇവനിങ്ങനെ ഈ എത്തിദാല് കഴിഞ്ഞിട്ട് സുജൂദിലേക്കൊക്കെ പോകാൻ നേരത്തെ അതിൻ്റെ ഭയങ്കര ഒരു തിരക്കുള്ള ഒരു നിസ്കാര വേദിയാണ് അവിടെ. അപ്പം ഇവൻ സുജൂദ് ചെയ്യണ സ്ഥലത്തൊക്കെ ഇവൻ്റെ മുന്നിലുള്ള ആളുകൾ സുജൂദിൽ നിന്നൊക്കെ പൊങ്ങിയതിന് ശേഷമേ ഇവന് സുജൂദ് ചെയ്യാനുള്ള ഗ്യാപ്പുള്ളൂ. അങ്ങനത്തെ ഒരു വലിയൊരു തിരക്കിൻ്റെ ഘട്ടമാണ്. അപ്പം ഇവൻ സുജൂദ് ചെയ്യാനൊക്കെ വളരെ വൈകി, ചുരുക്കി പറഞ്ഞ. അങ്ങനെ സുജൂദ് പിന്തിയ കാരണം വളരെ വൈകി. അപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇമാമ് എണീറ്റ് പോയി അടുത്ത റക്അത്തിൽ അയാൾക്ക് ഓതാനുള്ള ഫാത്തിഹയും കാര്യങ്ങളൊക്കെ അയാൾ ഓതുക. അപ്പം ഇവൻ ഈ രണ്ടാം സുജൂദിൽ നിന്ന് ഇവൻ പൊങ്ങുമ്പോൾ, ഇവൻ അവിടെ നിന്ന് എണീക്കുമ്പോൾ ഈ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇമാമ് ഒന്നുകിൽ റുക്കൂയിലെത്തി, അല്ലെങ്കിൽ റുക്കൂയിൻ്റെ അടുത്തേക്കെത്തി അടുത്ത റക്അത്തിൽ, അല്ലെങ്കിൽ വേറൊരു കാരണം പറയാം, ഒരു നിസിയാനിഹിയ സ്വലാത്ത അവിൽ ഇഖ്തിദാ, അല്ലെങ്കിൽ ഈ മഅ്മൂമാകുന്ന കക്ഷി നിസ്കാരം മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ ഇമാമിനോട് തുടരുന്നു എന്ന വിവരം മറന്നുപോയി എന്ന്. അങ്ങനെ ഇവനെങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടയിൽ മറവി സംഭവിച്ച് ഇവനിങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഓർമ്മ വന്നു, ഞാൻ നിസ്കരിക്കുകയാണല്ലോ, ഇത് ജമാഅത്ത് നിസ്കാരമാണല്ലോ എന്നൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇവൻ പെട്ടെന്ന് ഇമാമിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു. പക്ഷെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇമാമ് അടുത്ത റക്അത്തിലെ റുക്കൂയിലേക്ക് എത്തി, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇവന് ഈ രണ്ടാം സുജൂദിൽ നിന്ന് ഉയരാൻ പറ്റുള്ളൂ. അത് ഇടയിൽ മറവിയിലൊക്കെ സംഭവിച്ച പ്രശ്നമാണ്. അപ്പോഴും ഇവൻ ആരായി? മസ്ബൂക്കാണ്. എവിടെ മസ്ബൂക്ക? ആ അടുത്ത റക്അത്തിൽ മസ്ബൂക്കാണ്. കാരണം അടുത്ത റക്അത്തിൽ ഇവന് ഫാത്തിഹ ഓതാൻ ടൈം കിട്ടിയിട്ടില്ലല്ലോ.
അപ്പം ചിലപ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ മസ്ബൂക്കല്ല ഈ കക്ഷി ഇയാൾ, എന്നാൽ രണ്ടാമത്തെ റക്കാത്തിലോ മസ്ബൂക്കാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാരണം കൊണ്ടൊക്കെ സംഭവിക്കാം. ഇപ്പം ഈ മറവിയിൽ ഇങ്ങനെ നിന്നുപോയി, എന്നിട്ട് ഇമാമിൻ്റെ പിന്നാലെ കറക്റ്റ് നീങ്ങിയില്ല, എന്നിട്ട് നീങ്ങി പിന്നെ അവസാനം രണ്ടാം സുജൂദിൽ നിന്ന് പൊങ്ങി അടുത്ത റക്കാത്തിൽ എത്തിയപ്പോഴേക്കും ദേ പോണു ഇമാം റുക്കൂയിലേക്ക്. അപ്പോൾ ആ റക്കാത്തിൽ ഇവൻ ആരായി മാറി? മസ്ബൂക്കായി മാറി. ഔലി തഹല്ലു ഫീഹി റക്കാത്തി സാബിഖത്തി, അല്ലെങ്കിൽ മുമ്പുള്ള റക്കാത്തിൽ ഇവൻ പിന്തി നിന്നു. ലി ഇത്മാമിൽ ഫാത്തിഹത്തി, ഫാത്തിഹ പൂർത്തീകരിക്കാൻ വേണ്ടി പിന്തി നിന്നു. ഇതിന് മുമ്പത്തെ റക്കാത്തിൽ ഇവന് ഫാത്തിഹ പൂർത്തീകരിക്കണമായിരുന്നു. അങ്ങനെ ഫാത്തിഹ പൂർത്തീകരിക്കാനായിട്ട് ഇവൻ എന്ത് ചെയ്തതാണ്? പിന്തി നിന്നതാണ്. അപ്പം നമ്മളെന്താ മസാല പറഞ്ഞിരുന്നേ? ഇമാമ രണ്ടാം സുജൂദിൽ നിന്ന് പൊങ്ങുന്നതിൻ്റെ മുമ്പ് ഇവൻ ഫാത്തിഹ തീർത്ത് റുക്കൂയിൽ വരണമെന്ന്. അപ്പോൾ ആ രീതിയിൽ ഇവൻ എന്ത് ചെയ്തു? ഇമാമ രണ്ടാം സുജൂദിൽ കിടക്കുകയാണ് ഉദാഹരണം. അപ്പോൾ ഇവൻ്റെ ഫാത്തിഹ തീർന്നു. ഇവൻ പെട്ടെന്ന് റുക്കൂ ചെയ്തു, എത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം, സുജൂദ് ഒക്കെ ചെയ്തിട്ട് ഇവൻ പിന്നെ അടുത്ത റക്കാത്തിലേക്ക് ചെന്നു. ഈ അടുത്ത റക്കാത്തിലേക്ക് ചെന്നപ്പോഴേക്കും ഇമാം എന്തായി? അടുത്ത റക്കാത്തിലെ റുക്കൂയിലേക്ക് പോയി, അല്ലെങ്കിൽ പോകാറായി. അപ്പോൾ ആ റക്കാത്തിൽ ഇവൻ ആരാണ്? മസ്ബൂക്കാണ്. അങ്ങനെ പല രൂപങ്ങൾ. വേറൊരു രൂപം കൂടി പറയുന്നുണ്ട് അവിടെ. ഇസ്റാഉൽ ഇമാമി ഖിറാഅത്തഹു ഫൗക്കൽ ആദത്തി, ഇമാമ ഫാത്തിഹ പതിവിന് വിപരീതമായി, പതിവിലില്ലാത്ത രീതിയിൽ ഇമാമ സ്പീഡ് കൂട്ടി ഓതി. ഇവനൊരു മിതമായ നിലക്ക് ഫാത്തിഹ ഓതുന്ന ആളാ. ഇവനൊരു മിതമായ സ്പീഡിൽ ഫാത്തിഹ ഓതും. ഇമാമ വളരെ സ്പീഡ് കൂട്ടി ഓതി. അങ്ങനെ അയാൾ പെട്ടെന്ന് റുക്കുയിലേക്ക് പോയി. അപ്പോൾ ഇവനൊരു മുഅ്തദിലായ നിലക്കുള്ള ഫാത്തിഹ ഓതാനുള്ള, അതായത് മിതമായ നിലക്കുള്ള ഒരു സ്പീഡിൽ ഫാത്തിഹ ഓതാനുള്ള സമയം അവിടെ ഉണ്ടായിട്ടില്ല, ഈ നൃത്തത്തിലുണ്ടായിട്ടില്ല. കാരണം ഇമാമ് അതിന് മുമ്പ് റുക്കുയിൽ പോയി. അപ്പോൾ ഈ കക്ഷി, ഈ മഅ്മൂമ അവിടെ മസ്ബൂക്കാണ്. ഈ മഅ്മൂമ അവിടെ മസ്ബൂക്കാണ്. ഇനി ഇമാമ് മിതമായ നിലക്കുള്ള ഫാത്തിഹ ഓതുന്ന ഒരു ആളാണ്. ഈ മഅ്മൂമ് ബത്തീ ആണ്, വളരെ പിന്തി ഓതാൻ അവർ കഴിയുള്ളൂ. ഇമാമ് മിതമായ നിലക്ക് ഫാത്തിഹ ഓതുന്ന ആളാണ്. അപ്പോൾ ഇമാമിൻ്റെ മിതമായ നിലക്കുള്ള ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന് അങ്ങനെ ഓതാൻ കഴിയില്ല. അപ്പോൾ ആൾ മുവാഫിക്കാണ്, ഫാത്തിഹ പൂർത്തീകരിക്കേണ്ട ആളാണ്. നേരത്തെ പറഞ്ഞു പോയി അത്.